ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം തിരുലിഖിതം. പുത്രനിൽ വിശ്വസിക്കുന്നവൻ ആരോ അവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല. അവൻ ദൈവകോപത്തിൽ ഇരിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് കബറിടത്തിൽ വിതയ്ക്കുന്നവർ എന്നതിനെ കുറിച്ചാണ്. കബറിടത്തിൽ വിതയ്ക്കുന്നവർ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ഉം 29-ഉം തിരുലിഖിതങ്ങൾ. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവർ അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം ഇതാ വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കാതുകൾ ഭാഗ്യമുള്ളവ. കാരണം ദൈവവചനം കേൾക്കാൻ അത് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ ഭാഗ്യമുള്ളവ. ദൈവവചനം ഗ്രഹിക്കാൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ ശരീരം ഭാഗ്യമുള്ളവ. ദൈവവചനത്താൽ പൂരിതമാകാൻ ഇതാ ഈ ശരീരത്തെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നല്ലോ. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കരങ്ങൾ രണ്ട് ദൈവത്തിലേക്ക് ഉയർത്താം. ദൈവമേ, പരിമളം കൊണ്ടെന്ന പോലെ ദൈവവചനം കൊണ്ട് ഞങ്ങളെ പൂരിതരാക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഉന്നതത്തിൽ നിങ്ങളുടെ വചനം ശക്തമായി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ. സകല ഹൃദയങ്ങളിൽ തുറക്കുന്ന വചനം, സകല ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്ന വചനം, സകല അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കുന്ന വചനം ഇപ്പോൾ ദേശത്തേക്ക് വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവമക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ദൈവരാജ്യത്തോട് മല്ലടിക്കുന്ന പാപത്തിൻ്റെയും തഴക്കദോഷത്തിൻ്റെയും എതിർപ്പിൻ്റെയും നിത്യനാശത്തിൻ്റെ അരൂപികൾ കൂട്ടത്തോടെ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഉണർവിൻ്റെ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവെ ഹൃദയങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ കുടുംബങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ സമൂഹങ്ങളെ പഠിപ്പിക്കണമേ. രാജ്യത്തിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കണമേ. ദൈവരാജ്യ രഹസ്യങ്ങൾ പഠിപ്പിക്കണമേ. ദൈവരാജ്യ ദൂതുകൾ പഠിപ്പിക്കണമേ. നിത്യതയ്ക്ക് വേണ്ടി പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എന്തെന്നാൽ കല്ലറകളിലുള്ളവർ അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം ഇതാ വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:29 പഠിപ്പിക്കുകയാണ്. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഈ ഭൂമിയിൽ മരിച്ചടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ ശരീരങ്ങൾക്കും ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. കല്ലറകളിലുള്ളതെല്ലാം പുറത്തു വരുമെന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. മരിച്ചടക്കം ചെയ്യുമ്പോൾ ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അനേകം വ്യക്തികളുടെ മനസ്സിൽ ഒരു സംശയം അവരെ പീഡിപ്പിക്കുകയാണ്. ആ സംശയം ഇതാണ്: ഇതാ നമ്മൾ ഈ ഭൂമിയിൽ മരിച്ച് നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ മർത്യമായ ശരീരം ഈ ഭൂമിയിലേക്ക് പൊടിയായി പോകുന്നു, ധൂളിയായി പോകുന്നു. പൊടിയാണ്, അത് പൊടിയിലേക്ക് മടങ്ങുന്നു, ജീർണിക്കുന്നു, അല്ലെങ്കിൽ ചാരമായി അത് ഏതെങ്കിലും വിധത്തിൽ ഈ പ്രപഞ്ചത്തോട് ലയിച്ചു ചേരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നത്? ആ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ ശരീരത്തിന് ഇങ്ങനെ ഈ ശരീരം തന്നെയാണോ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്? ഈ ശരീരത്തിന് ഇതേ ഷേപ്പ് തന്നെ ആയിരിക്കുമോ? ഇതേ രൂപം തന്നെ ആയിരിക്കുമോ? ഇതേ വലിപ്പം തന്നെ ആയിരിക്കുമോ?
ഇതേ തൂക്കം തന്നെ ആയിരിക്കുമോ? ഇതേ കളർ തന്നെ ആയിരിക്കുമോ? മനുഷ്യരുടെ മനസ്സിൽ പല ചിന്തകൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതും എന്നെ അലട്ടിയിട്ടുള്ളൊരു വിഷയമാണ്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഓരോ ശവസംസ്കാരങ്ങളിൽ പങ്കുചേരുമ്പോൾ മൃതസംസ്കാര വേളയിൽ ആ കർമ്മങ്ങളിൽ ചില ഭാഗത്ത് വിശുദ്ധന്മാരുടെ ശരീരം കുടികൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. അന്ത്യവിധി ദിനത്തിൽ ഉയർപ്പിൻ്റെ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുമ്പോൾ ഞാൻ സംശയിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ മണ്ണിലേക്ക് പോയി 5-6 ദിവസങ്ങളിൽ ചീഞ്ഞളിഞ്ഞു പോകുന്ന ഈ ശരീരം ഇനി ഇതിൻ്റെ മുകളിൽ വേറെ ആളെ അടക്കുന്നു, അല്ലെങ്കിൽ ഇതിന് 10,000 വർഷങ്ങളായി ഇവിടെ എത്ര ആളുകൾ അടക്കിയിട്ടുണ്ടാവും, ഇതെല്ലാം കൂടി മിക്സായി പോയില്ലേ, പിന്നെ എങ്ങനെ ഈ ശരീരം തിരിച്ചു കിട്ടും? എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഭൂകമ്പം വന്ന് അതെല്ലാം ചിന്ന ഭിന്നമായി പല സ്ഥലത്തേക്കായിട്ട് പോയി, പിന്നെ എങ്ങനെ? അല്ലെങ്കിൽ വെള്ളത്തിൽപ്പെട്ട് ഒഴുകിപ്പോയി, പിന്നെ എങ്ങനെ ഇതെല്ലാം കൂടി വീണ്ടും ഒരുമിച്ച് ചേരും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 35 മുതൽ 45 വരെയുള്ള തിരുലിഖിതങ്ങൾ എൻ്റെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 35 മുതൽ 45 വരെയുള്ള തിരുലിഖിതങ്ങൾ, അതിൽ 35-36 തിരുലിഖിതങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏത് തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? അതിൻ്റെ തൂക്കം, അതിൻ്റെ കളറ്, അതിൻ്റെ ഷേപ്പ്, നടപ്പിൻ്റെ രീതി, ഇപ്പോഴത്തെ ഈ അംഗവിക്ഷേപങ്ങൾ, ഈ ചേഷ്ടയൊക്കെ തന്നെ ആയിരിക്കുമോ സ്വർഗത്തിൽ ആത്മാവിനോട് ശരീരത്തെ വീണ്ടും ദൈവം ചേർക്കുമ്പോൾ നമുക്കുണ്ടാവുക? അതാണ് ശ്രീകായിലോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. ഏത് തരം ശരീരമായിരിക്കും? എങ്ങനെയായിരിക്കും? അന്നത്തെ സ്ഥിതി എന്താ? അന്നത്തെ തൂക്കം എന്താ? അന്നത്തെ കളർ എന്താ? അടുത്ത വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ശ്രീകായിലോട് സംസാരിക്കുകയാണ്. വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. നമ്മളൊരു ഗോതമ്പ് പണി ഇട്ടു, അല്ലെങ്കിൽ നമ്മൾ നെന്മണി വിതച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ധാന്യം നമ്മൾ വിതയ്ക്കുന്നു, നീ അത് വിതയ്ക്കുന്നത് അവിടെ ജീർണിച്ച് പോവുകയാണ്. നീ വിതയ്ക്കുന്നത് നശിച്ചാലേ അവിടെ ഒരു പുതിയ ശരീരം വരികയുള്ളൂ. നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്. ഗോതമ്പിൻ്റെയോ മറ്റു വല്ല ധാന്യത്തിൻ്റെയോ വെറും ഒരു മണി മാത്രം. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് ഇനിയും മറ്റൊന്ന്. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ആത്മീയ ശരീരങ്ങളുമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കബറിടത്തിൽ മനുഷ്യ ശരീരം വിതയ്ക്കുന്നു. ആ മനുഷ്യ ശരീരം അവിടെ നിന്ന് ഉയർക്കുമ്പോൾ സ്വർഗീയ ശരീരമായി ഉയർക്കുന്നു. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1017 ഖണ്ഡികയിൽ പറയുന്ന പ്രകാരമാണ്: നമ്മൾ കബറിടത്തിൽ ക്ഷയോന്മുഖമായ നശ്വര ശരീരം വിതയ്ക്കുന്നു, എന്നാൽ അക്ഷയമായ ഒരു ശരീരം, ആധ്യാത്മിക ശരീരം ഉയർക്കുന്നു. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് പഠിപ്പിക്കുകയാണ്, നമ്മൾ കബറിടത്തിൽ ക്ഷയോന്മുഖമായ ശരീരം വിതയ്ക്കുന്നു. നമ്മളെല്ലാവരും വിതയ്ക്കുന്നവരാണ്. നമ്മളുടെ അവസാനത്തെ വിത കബറിടത്തിലാണ് വിതയ്ക്കുന്നത്. ഹല്ലേലൂയ. കബറിടത്തിൽ നശ്വരമായ ശരീരം വിതച്ചിട്ട് നമ്മൾ കടന്നു പോകുന്നു. പിന്നെ നമുക്കറിയാൻ പാടില്ല, നമുക്ക് പിന്നെ അതിനകത്ത് യാതൊരു കൺട്രോളും ഇല്ല, യാതൊരു ഹോൾഡും ഇല്ല. അതവിടെ ഇട്ടിട്ട് നമ്മൾ കടന്നു പോവുകയാണ്. ഇതാ കബറിടത്തിൽ ക്ഷയോന്മുഖമായ നശിച്ചു പോകുന്ന ജീർണിക്കുന്ന ശരീരം വിതച്ചിട്ട് നമ്മൾ പോകുന്നു. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ക്ഷയമില്ലാത്ത അക്ഷയമായ ഒരു ശരീരത്തെ ദൈവം അതിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ആധ്യാത്മിക ശരീരം ഉയർക്കുന്നു. ആ ശരീരത്തിൻ്റെ പേരാണ് സ്വർഗീയ ശരീരം, അല്ലെങ്കിൽ ആധ്യാത്മിക ശരീരം, അല്ലെങ്കിൽ ആത്മീയ ശരീരം. ആത്മീയ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്, ആധ്യാത്മിക ശരീരമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം ഒരു സ്വർഗീയ ശരീരമായി മാറാനുള്ളതാണ്. അതിൻ്റെ ബേസിക് സ്റ്റഫാണിത്. ഹല്ലേലൂയ. അതിൻ്റെ ബേസിക് സ്റ്റഫാണിത്. ഇതാണ് സ്വർഗീയ ശരീരമായി മാറുന്നത്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നത്, ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാണ്. കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതും ഈ ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് സ്വർഗീയ ശരീരമായി മാറാൻ കർത്താവ് നിയോഗം വെച്ചിട്ടുള്ളതാണ്. ഈ ശരീരം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ മറ്റ് സൃഷ്ടവസ്തുക്കൾ പോലെ അല്ല. പോത്തിന്റെ ശരീരം പോലെയും ആടിന്റെ ശരീരം പോലെയും മരം പോലെയും കല്ല് പോലെയും ഉള്ള ഈ പ്രപഞ്ചത്തിലെ ഒരു മെറ്റീരിയൽ മാത്രമാണ് ഈ ശരീരമെന്ന് ധരിക്കരുത്. എഴുതപ്പെട്ട വചനവും അനേകം പരിജ്ഞാനം ഉൾക്കൊള്ളുന്ന ആത്മീയ പിതാക്കന്മാരുടെ ഉപദേശവും നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാരം ഈ ശരീരം എന്ന് പറയുന്നത് നാളെ സ്വർഗീയ ശരീരമായി മാറാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിൽ ഉയർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കരസ്പർശനമേറ്റ ഭാഗമാണ്. ഇത് അനശ്വരതയുടെ ഭാഗമായി മാറാനുള്ളതാണ്. ഇത് സ്വർഗത്തിന്റെ ഭാഗമായി മാറാനുള്ളതാണ്. ഇത് സ്വർഗരാജ്യത്തിന് വേണ്ടി കൂടി മുദ്ര ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. തിരുസഭ പഠിപ്പിക്കുകയാണ്, നമ്മൾ കബറിടത്തിൽ ക്ഷയോന്മുഖമായ നശ്വര ശരീരം വിതയ്ക്കുന്നു, എന്നാൽ അക്ഷയമായ ഒരു ശരീരം, ആധ്യാത്മിക ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് കൊരിന്ത്യർ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 40-ഉം 41-ഉം തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് ഒന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഈ ശരീരം ദൈവം സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെടുത്തുമ്പോൾ ഇത് തേജസ്സുള്ള ശരീരമായി മാറും. എന്താ തേജസ്സുള്ള ശരീരം എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരെ സൂര്യനിലേക്ക് നോക്കുക, ആ സൂര്യൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് കാണുന്നില്ലേ? ഏതാണ്ട് അതുപോലെ ഈ ശരീരം വെട്ടിത്തിളങ്ങുന്ന ശരീരമായി മാറും. നമ്മൾ സൂര്യനെ പോലെ, വേറെ നമുക്കന്ന് വിളക്ക് വേണ്ട. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ ശരീരം ഉയർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ലൈറ്റുകൾ ആവശ്യമില്ല, വിളക്കുകൾ ആവശ്യമില്ല, സ്ട്രീറ്റ് ലൈറ്റുകൾ ആവശ്യമില്ല. ഇത് സ്വർഗത്തിൽ സൂര്യനെ പോലെ ഓരോ ശരീരങ്ങളും തിളങ്ങും. ഓരോരുത്തരുടെ ശരീരത്തിന് അവരവരെ എത്ര സൽകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതനുസരിച്ച് ഓരോരുത്തരുടെ ശരീരത്തിന്റെ ശോഭയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. നക്ഷത്രങ്ങളുടെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് വേറൊന്ന്, സൂര്യൻ്റെത് വേറൊന്ന്. അതുപോലെ തേജസ്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വർഗത്തിൽ ഓരോരുത്തർക്കുമുള്ള നിക്ഷേപം അനുസരിച്ച് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ എത്രമാത്രം ഞാനും നിങ്ങൾ സൽകൃത്യങ്ങൾ ചെയ്ത് നിക്ഷേപമുള്ളവരാണോ അതിനനുസരിച്ച് സ്വർഗത്തിൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന സ്വർഗീയ ശരീരത്തിന് തേജസ്സിന് വ്യത്യാസമുണ്ടാകും. ഈ ശരീരത്തിന് തേജസ്സുള്ള ശരീരമായി മാറാൻ കഴിയും. അതിനൊരു ഉദാഹരണം മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 1-ഉം 2-ഉം തിരുലിഖിതങ്ങൾ. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരം മനുഷ്യ ശരീരമായിരുന്നു. നമ്മളെപ്പോലെ തൊട്ടാൽ സ്പർശന ശക്തിയുള്ള, മജ്ജയുള്ള, മാംസമുള്ള, ചോരയുള്ള ഒരു മനുഷ്യ ശരീരം, ഭൗമിക ശരീരമായിരുന്നു അപ്പോൾ താബോർ മലയിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ ശരീരം. എന്നാൽ ആ താബോർ മലമുകളിൽ അവൻ ദൈവശക്തിയിൽ ദൈവത്തെ ആരാധിച്ച് ദൈവശക്തിയാൽ വ്യത്യാസം വന്നപ്പോൾ യേശുവിൻ്റെ ശരീരം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ശരീരമായി മാറി. ഈ ശരീരത്തിന് സ്വർഗീയ ശരീരമായി മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനത്തെ കപ്പാസിറ്റിയുള്ള മെറ്റീരിയലാണ് കർത്താവ് ഈ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്. ഇത് ലോകത്തിന്റെ പരിജ്ഞാനം കൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്ന ഒരു സംഗതിയല്ല. ദൈവവചന പരിജ്ഞാനം ഇതിനാവശ്യമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ശരീരം ക്ഷണനേരം കൊണ്ട് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ശരീരമായി മാറിയെന്നും ആ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മാറിയെന്നും ഇത് വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. അവിടെ മോശയും ഏലിയായൊക്കെ വരുന്നുണ്ട്. അവരെ കാണാൻ തക്കവണ്ണം അവർക്കൊരു രൂപം ഉണ്ടായിരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കണം. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് കൂടി ആകുമ്പോൾ, നമ്മൾ ഉയർത്തെഴുന്ന ദൈവത്തോടു കൂടി ആകുമ്പോൾ സംസാരിക്കാൻ പറ്റും, നടക്കാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ശരീരവും വസ്ത്രവും ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസം ഒരു സഹോദരൻ ഒരു വ്യക്തി എന്നോട് ചോദിച്ചിങ്ങനെയാണ്, നമുക്ക് ഈ ശരീരം തന്നെ ആയിരിക്കുമോ?
അവിടെ ഇത് സ്വർഗീയ ശരീരം, അല്ലെങ്കിൽ ദൈവം ഒരു പുതിയ സ്വർഗീയ ശരീരം ആയിരിക്കില്ലേ നമുക്ക് തരുന്നത്? സ്വർഗത്തിൽ നമ്മുടെ ആത്മാവിന് സഞ്ചരിക്കാൻ പറ്റിയൊരു പുതിയ സ്വർഗീയ ശരീരമല്ലേ. നമ്മൾ ചീഞ്ഞളിഞ്ഞു പോകണം, അങ്ങനെ പോകും, അത് മണ്ണ്, അതങ്ങനെ പോകും. അവിടെ നിന്നൊരു പുതിയ ശരീരം വേറെ തരികയല്ലേ ചെയ്യണത്. ഇതിനെക്കുറിച്ച് കാത്തലിക് ചർച്ചിൽ 999 ഖണ്ഡികയിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: മിശിഹ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ടു, എൻ്റെ കൈകളും കാലുകളും കാണുക, ഇത് ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കുവീൻ. പക്ഷേ അവിടുന്ന് ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. അതുപോലെ എല്ലാവരും അവർ ഇപ്പോൾ ധരിക്കുന്ന ഈ ശരീരങ്ങളോട് കൂടെ തന്നെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഈ ശരീരം മഹത്വപൂർണമായ ശരീരമായി രൂപാന്തരപ്പെടും, ആധ്യാത്മിക ശരീരമായി മാറും. കബറിടത്തിൽ നശ്വരമായ ശരീരം വിതയ്ക്കും, ഇതേ ശരീരം ഉയർക്കും. പക്ഷേ ഇത് മഹത്വമുള്ള ആധ്യാത്മിക ശരീരമായി, സ്വർഗീയ ശരീരമായി ഈ ശരീരം തന്നെ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരും. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 36 തൊട്ട് 43 വരെ വാക്യങ്ങൾ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്ക 24 അധ്യായം 36 തൊട്ട് 43 വരെ വാക്യങ്ങൾ. അതിൽ 39 വാക്യം, അവരെല്ലാം അടച്ചൊരു മുറിയിലിരിക്കുകയായിരുന്നു. യേശു പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. നോക്ക്, വാതിലാരും തുറന്നു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, ജനൽ തുറന്നു കൊടുക്കേണ്ട. ഇതാണ് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് പ്രത്യേകമായ ഒരു പവറുണ്ട്. അത് അക്ഷയത്വമുള്ളതാണ്, അത് ലഘുത്വമുള്ളതാണ്, അത് സൂക്ഷ്മമാണ്. അതിന് സഞ്ചരിക്കാൻ മാധ്യമങ്ങൾ ആവശ്യമില്ല. ബാക്കി ലോകത്തിലെ സകല കാര്യത്തിനും സഞ്ചരിക്കുന്ന എന്തെങ്കിലും ഒരു മാധ്യമം വേണം. എന്നാൽ ഉയർത്തെഴുന്നേറ്റ സ്വർഗീയ ശരീരത്തിന് സഞ്ചരിക്കാൻ വഴികളോ മാധ്യമങ്ങളോ ആവശ്യമില്ല. അടച്ചു പൂട്ടിയിരിക്കുന്ന മുറിയുടെ ഉള്ളിൽ സെക്കൻഡുകൾ കൊണ്ട് പ്രത്യക്ഷപ്പെടാൻ സ്വർഗീയ ശരീരങ്ങൾക്ക് പവറുണ്ട്. ഇതാ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 39 വാക്യം. സ്ലീഹന്മാർ ഭയന്ന് പറച്ചു. അവർ പറഞ്ഞു, ഇത് ഭൂതമാണ്, ഭൂതമാണ്. ഉടനെ യേശു അവരോട് പറയണത് ശ്രദ്ധിക്കുക. 24 അധ്യായം 39 വാക്യം. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവീൻ. ഈശോയുടെ കയ്യിൽ ഇതാ ആണിപ്പഴുത്. മരിക്കുമ്പോൾ ഈശോയുടെ കയ്യിൽ ആണിപ്പഴുതുണ്ടായിരുന്നു, അടക്കം ചെയ്യപ്പെട്ട ശരീരത്തിൽ ആണിപ്പഴുതുണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റതും അതേ ശരീരം തന്നെയാണ് തെളിയിക്കാൻ ഇതാ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കൈകളിലും ആണിപ്പഴുതുകൾ, യേശുവിൻ്റെ മാറിൽ കുന്തം കൊണ്ട് കുത്തിയതിൻ്റെ പാടുകൾ, യേശുവിൻ്റെ കാലിൽ ആണിപ്പഴുതുകൾ. യേശു തോമാസ്ലിയോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? നീ അവിശ്വാസി, അത് വിശ്വാസി, നീ വന്ന് നിന്റെ വിരലുകൾ എൻ്റെ ആണിപ്പഴുതിൽ ഇടുക. അതേ ശരീരം, കബറിടത്തിൽ വെച്ച അതേ ശരീരം തന്നെയാണ് മഹത്വമുള്ള ശരീരം പോലെ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേ ശരീരം തന്നെയാണ് നാളെ മഹത്വമുള്ള ശരീരമായി, ആധ്യാത്മിക ശരീരമായി ദൈവം ഉയർപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ ശരീരം മഹത്വമുള്ള ശരീരമായി മാറുന്നത്? അതിനെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 21 വാക്യം. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ ശക്തി വഴി അവിടുന്ന് നമ്മുടെ ദുർബലമായ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിൻ്റെ സർവാതീതമായ ശക്തി വഴി, യേശുവിൻ്റെ അത്യുന്നതമായ ശക്തി വഴി, ആത്മാവിൻ്റെ ശക്തി വഴി ഫിലിപ്പി 3:21 പഠിപ്പിക്കുകയാണ്. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ അപരിമേയമായ ശക്തി വഴി അവിടുന്ന് നമ്മുടെ ദുർബല ശരീരങ്ങളെ അവിടുത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. താബോർ മലയിൽ രൂപാന്തരപ്പെടുത്തിയതുപോലെ രൂപാന്തരപ്പെടുത്തും. ഉയർത്തെഴുന്ന യേശുവിൻ്റെ ശരീരം രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതേ ശരീരം തന്നെ നാളെ ആധ്യാത്മിക ശരീരമായി മാറും. ഇതേ ശരീരം തന്നെ നാളെ സ്വർഗീയ ശരീരമായി മാറും. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ 1017 ഖണ്ഡികയിൽ നാം വായിക്കുകയാണ്, നമ്മൾ കബറിടത്തിൽ ക്ഷയോന്മുഖമായ ശരീരം വിതയ്ക്കുന്നു, എന്നാൽ അക്ഷയമായ ഒരു ശരീരം, ആധ്യാത്മികമായ ശരീരം ഉയർക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 28-29 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം ഇതാ വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധി ഉയർപ്പിനായും കടന്നു വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിൽ ജീവിക്കുകയും യേശുവിൽ മരണമടയുകയും ചെയ്യുന്നവരാണ്
ആത്മീയ ശരീരമായി, തേജസ്സുള്ള ശരീരമായി രൂപാന്തരപ്പെട്ട് പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങൾ തോന്നിയാസം ചെയ്ത് മൂക്കറ്റം കുടിച്ച് ഈ ജഡത്തിൻ്റെ വിറിക്കൂത്തുകളിൽ മുഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലോക ജീവിതത്തിൽ പാപത്തിന് വേണ്ടി ഇതിനെ വ്യയം ചെയ്താൽ, മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 41, 42, 43 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. തിന്മ ചെയ്തവർ ശിക്ഷാവിധി ഉയർപ്പിന് വരുന്നത് അവർ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ കല്ലറയിൽ നിന്ന് പുറത്തു വരും. അവിടെ ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാനും നിങ്ങളും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂര്യനെ പോലെ പിതാവിൻ്റെ രാജ്യത്തിൽ പ്രശോഭിക്കാനും, ഞാനും നിങ്ങൾ തിന്മ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ നിത്യാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ട് അവിടെ കടന്ന് നിത്യവേദന അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി ഒരു മാനസാന്തരത്തിലെ ജീവിതത്തിലുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഒരു നാൾ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുന്നവരെ ജീവിക്കാൻ തക്കവണ്ണം ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ വഴികളോടെ നടക്കാൻ എന്നെ അങ്ങയുടെ ആത്മാവിനായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുർബല ചിന്തകളെയും, ലോകമോഹങ്ങളെയും, തിന്മയുടെ സ്വാധീനങ്ങളെയും, കണ്ണിൻ്റെ ദുരാശകളെയും, ജഡത്തിൻ്റെ അഹന്തയെയും യേശുവേ അവിടുന്ന് കഴുകണമേ, സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 17-ാം തിരുലിഖിതം, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, എന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. കാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. മകനേ, മകളെ, ഈ നിമിഷങ്ങളിൽ വേദനയുടെ നടുവിൽ, സങ്കടത്തിൻ്റെയും കണ്ണുനീരിൻ്റെ നടുവിൽ തകരുന്നൊരു ജീവിതമാണ് നിൻ്റെ ജീവിതം. നീ നിൻ്റെ 2 കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തുക, ഈശോയിലേക്ക് 2 കരങ്ങൾ ഉയർത്തുക. യേശുവേ സുഖപ്പെടുത്തണമേ. കരഞ്ഞ് നിലവിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ. രോഗികളും ദുഃഖിതരും ഉറക്കെ പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ.
സുഖമാക്കണേ. എല്ലാ കുട്ടികളും സകലരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തൊടണമേ, അവിടുന്ന് സൗഖ്യം നൽകണമേ, അവിടുന്ന് ഇടപെടണമേ കർത്താവേ. അത്ഭുതങ്ങൾ ചെയ്യണമേ, എല്ലാ രോഗക്കെട്ടുകൾ അഴിക്കണമേ, കണ്ണുനീര് ഒപ്പിയെടുക്കണമേ, തകർച്ചകളെ നീക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സുഖമാക്കണേ, യേശുവേ സുഖമാ